ഒരു സ്നേഹത്തിൻ്റെ ഒരു ചരടിൽ ഒരു മുത്തേൽ ഒരു ചരടിൽ മുത്തുകൾ കോർക്കുന്നത് പോലെ നമുക്ക് പരസ്പരം ഒന്ന് ചേർന്നിരുന്ന് ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഇടവരട്ടെ. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതയാണ്, മിണ്ടിയിട്ട് തന്നെ കുറേ നാളായി, സംസാരിച്ചിട്ട് നാളുകൾ കുറേയായി, ഒരു സ്നേഹവുമില്ല, ഒരു അന്വേഷണവും ഇല്ല. എന്തായി, എവിടെയാണ്, സുഖമാണോ, എങ്ങനെ പോകുന്നു, സന്തോഷമായിട്ട് ഇരിക്കുന്നോ, ദൈവകൃപയിൽ എങ്ങനെ പോകുന്നു, അന്വേഷിക്കാറ് പോലുമില്ല. ജീവിച്ചോ മരിച്ചോ, ആളുണ്ടോ ഇല്ലയോ, ഒന്നുമില്ല, ഒരു സ്നേഹവുമില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കാൻ വന്നപ്പോൾ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ ഒരു പോളിസി അവർ കൊണ്ടുവന്നു, ഡിവൈഡ് ആൻഡ് റൂൾ. അതായത് ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാൻ തമ്മിലടിപ്പിച്ചു. അതാണ് ഏറ്റവും ഒരാളെ തകർക്കാൻ, ഒരു കുടുംബത്തെ തകർക്കാൻ, ഒരു രാജ്യത്തെ തകർക്കാൻ, ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ, ഒരു കൂട്ടായ്മയെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി. ബോംബിടണ്ട, പട്ടാളത്തെ ഇറക്കൊന്നും വേണ്ട, തമ്മിലടിപ്പിച്ചാൽ മതി. ഇന്ന് നോക്കൂ, സാത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ് തമ്മിലടിപ്പിക്കും. ഒരിക്കലും ഒന്നും ചേരത്തില്ല, ഒട്ടി വരത്തില്ല. അപ്പോൾ തുടങ്ങും പ്രശ്നങ്ങൾ. മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്നത് പോലെ വഴക്കും ബഹളവും. എന്തു പറഞ്ഞാലും ഇഷ്ടമില്ല, എന്തു പറഞ്ഞാലും വഴക്ക്, എവിടെ തൊട്ടാലും പ്രശ്നം, എന്തു ചെയ്താലും പരാതി. ഒന്നും ചേരുന്നില്ല. ഐക്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കുടുംബത്തിൻ്റെ, ഇടവകയുടെ, സമുദായത്തിൻ്റെ കെട്ടുറപ്പ് ഐക്യത്തിലായുള്ളത്. ദൈവം ആഗ്രഹിക്കുന്നത് ഐക്യമാണ്, കൂട്ടായ്മയാണ്. നമ്മൾ അങ്ങനെയെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലായിരുന്നു നിങ്ങൾക്ക് കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിൽ കണ്ട് അവരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചതുപോലെ അവരുടെ മനസ്സിനെയും ഒന്ന് ചേർത്ത് പിടിച്ച്, ഒരുപക്ഷെ തകർന്നവരും പരാജയപ്പെട്ടവരും വീണവരും ഒരു ചില്ലുപാത്രം കണക്ക് പൊട്ടി തകർന്നവരും എന്നെ കേൾക്കുന്നുണ്ട്. ഒരു പശയ്ക്കും ഇനി ഒട്ടിക്കാൻ പറ്റിയാലെന്നാണ് പറയുന്നത്. ചില കുപ്പിപ്പാത്രങ്ങൾ നിലത്ത് വീണ് പൊട്ടുമ്പം ഇനി അത് പശ വെച്ച് ഒട്ടിച്ചാൽ ഒട്ടില്ല എന്ന് പറയും. ഇത്രയും കഷ്ണങ്ങൾ എങ്ങനെ ഒട്ടിക്കാനാ? പക്ഷെ ദൈവത്തിലാ വിശ്വസിക്കുന്നെങ്കിൽ ഏതു ചിതറിയതിനെയും ഏതു നഷ്ടത്തെയും ദൈവം തിരിച്ചു കൊണ്ടുവരും, തിരിച്ചു പിടിക്കും. നഷ്ടം അനുഗ്രഹമായി മാറും. അപ്പം നഷ്ടങ്ങളെല്ലാം നഷ്ടങ്ങളായി അവസാനിച്ചു എന്നല്ല ഈ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം പറയുന്നത്. നഷ്ടങ്ങൾ അനുഗ്രഹമായി മാറിയ കഥകളാണ്, അനുഭവങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വയ്ക്കട്ടെ. നിങ്ങൾ ശാലോമിലേക്ക് എഴുതി അയച്ച നിയോഗങ്ങളില്ലേ, അതിപ്പോൾ കൊണ്ടുവരികയാണ്. അതിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് നിയോഗമുണ്ട്. കുടുംബ സമാധാനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റായിരങ്ങളുണ്ട്. എല്ലാ നിയോഗവും ചേർത്ത് പിടിച്ച് കരങ്ങൾ കോർത്തു പിടിച്ചിരിക്കുന്ന നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ദൈവം എൻ്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ കൂട്ടായ്മകളെ വഴക്കിൽ നിന്നും ബഹളത്തിൽ നിന്നും തമ്മിൽ തല്ലിൽ നിന്നും എല്ലാം ഒന്ന് മാറ്റി ഒന്ന് കൂട്ടായ്മയിൽ സ്നേഹത്തിലും കൊണ്ടുവരാൻ ദൈവമേ എന്ന് കഴിവണേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, വഴക്കുകൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, അകൽച്ചകൾ മാറട്ടെ. ദൈവം നൽകുന്ന ഐക്യത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. ഐക്യത്തിന്റെ ആത്മാവ് നിങ്ങൾ നിറയട്ടെ. ഒരിടയനും ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും ഒരുമിക്കാൻ ഇടവരട്ടെ. നമ്മൾ 3 പേരും ഒരുമിച്ചാൽ ഏത് നഷ്ടത്തെയും നമുക്ക് തിരിച്ചുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കില്ല. ഒന്നും നഷ്ടപ്പെടില്ല. നഷ്ടപ്പെട്ടാൽ തന്നെ അത് തിരിച്ചു വരും, തിരിച്ചു പിടിക്കും. ഇന്ന് മക്കൾ നഷ്ടപ്പെടുന്നു, ജീവിതം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയിൽ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് സ്തുതിക്കാമോ? നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഏറ്റെടുക്കട്ടെ. ഈ ആരാധനയുടെ സമാപന സമയം നിങ്ങളുടെ കുടുംബത്തെ ഐക്യത്തിൽ നിറയ്ക്കട്ടെ, സമാധാനം നിറയട്ടെ, വഴക്കുകൾ മാറട്ടെ, കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ, ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ, ഒരുമിച്ചുള്ള ആരാധനകൾ ഉണ്ടാകട്ടെ, ഒരുമിച്ചുള്ള ആത്മീയ സമയങ്ങൾ ഉണ്ടാകട്ടെ. പരസ്പരം മനസ്സിലാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പരസ്പരം അംഗീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഏതു നഷ്ടവും ദൈവം അനുഗ്രഹമാക്കി തിരിച്ചു തരും. നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റും. നഷ്ടങ്ങൾ മാറും, അനുഗ്രഹമായ നഷ്ടങ്ങൾ മാറും, നഷ്ടങ്ങൾ തീരാവേദനയായി മാറില്ല, അത് അനുഗ്രഹമായി മാറും, അതൊരു അനുഗ്രഹമായി മാറും. തിരിച്ചു പിടിക്കും.
തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും. ഒന്ന് പറഞ്ഞേ, വിശ്വാസം. നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ടതിൻ്റെ കഴിവുകൊണ്ടല്ല, വിശ്വാസത്തെ ഞാൻ തിരിച്ചു പിടിക്കും. പ്രാർത്ഥനയിൽ ഞാൻ തിരിച്ചു പിടിക്കും. എന്നെ നഷ്ടപ്പെട്ടത് എന്തുമാകട്ടെ അത് ഞാൻ തിരിച്ചു പിടിക്കും. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് സംഭവിക്കും. ഈ 5 ദിവസവും അനുഗ്രഹമായിരുന്നു. ഈ 5 ദിവസവും വിടുതലായിരുന്നു. ഈ 5 ദിവസവും സൗഖ്യമായിരുന്നു. ഈ 5 ദിവസവും സന്തോഷമായിരുന്നു. നാളെ 6-ാമത്തെ ദിവസമാണ്. അത് മുടങ്ങരുത്. 6-ാമത്തെ ദിവസവും നിങ്ങളെല്ലാവരോടും പറയണം, ആ സമയത്ത് ഒരുമിച്ച് വാ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. വലിയൊരു അനുഗ്രഹം, അതായത് ഒരു വലിയ അണക്കെട്ടൊക്കെ പൊട്ടിച്ചു വിടുമ്പം വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വരുന്ന പോലെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന ദൈവമൊരുക്കിയ 33 ദിവസം മറക്കരുത്. അതൊരു ജീവിതത്തെ മാറ്റിമറിക്കുന്ന സമയമാണ്. ദൈവം നമ്മളെ അനുഗ്രഹത്തിൽ ചേർത്ത് നിർത്തുകയാണ്, പങ്കാളികളാക്കുന്ന സമയമാണ്. ഈ സമയം നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ മാറി നിൽക്കരുത്. ഇത് വലിയൊരു കുടക്കീഴിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. വലിയ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. ഒരു നിമിഷം നിങ്ങൾ ഈ വചന ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാമോ? നിങ്ങളെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം ഇടപെടട്ടെ. നിങ്ങളുടെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കട്ടെ. നിങ്ങളുടെ അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നിങ്ങളെ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയത്തെ മറ്റു സ്ത്രീകളെക്കാൾ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയായി മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം അറിയാമോ? ഇതുപോലെ ഒരു ദാസി മനോഭാവത്തിൽ നിന്ന് വചനത്തെ സ്വീകരിച്ചതാണ് അവളെ ശ്രേഷ്ഠയാക്കി മാറ്റിയത്. ഇതേ വചനമാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ. ഇതേ വചനമാ മറിയം സ്വീകരിച്ച അതേ വചനമാ പ്രിയരെ നിങ്ങളും സ്വീകരിക്കുന്നത്. ഈ കേൾക്കുന്ന വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ദൈവം ശ്രേഷ്ഠരാക്കി മാറ്റും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം ശ്രേഷ്ഠമാക്കി മാറ്റും. എവിടെയും തോറ്റുപോകത്തില്ല. വചനം നമ്മളെ തളർത്തുന്നതല്ല, വചനം നമ്മളെ വളർത്തുന്നതാണ്. വചനം നമ്മളെ നയിക്കുന്നതാണ്. ഇനി കേൾക്കുക. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങയുടെ എളിയ ദാസനാണ് ഞാൻ, അങ്ങയുടെ എളിയ ദാസിയാണ് ഞാൻ. അങ്ങയുടെ വാക്ക്, അങ്ങയുടെ വചനത്തെ മറിയത്തെ പോലെ ഞാനും സ്വീകരിക്കുന്നു, എൻ്റെ കുടുംബവും സ്വീകരിക്കുന്നു. ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വചനം എനിക്കൊരു അനുഗ്രഹമാകണേ എന്നൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ. ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച്, അങ്ങയുടെ എളിയ ദാസനാണ് ഞാൻ, അങ്ങയുടെ എളിയ ദാസിയാണ് ഞാൻ, കുറവുള്ള ഒരാളാണ്. ഈ വചനം എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വീകരിച്ച ആ വചനത്തെ, ആ വചനം അവളെ ശ്രേഷ്ഠയാക്കി മാറ്റി. അപ്പോൾ വചനത്തിന് കൊടുത്ത വിലയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ അതിനോട് ആധാരമായി എടുക്കുന്നൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. ദൈവവചനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിച്ച മറിയം. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വചനത്തെ ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിന് ദൈവം എത്രമാത്രം വില കൊടുക്കുന്നു എന്നറിയണം. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവവചനമായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നു. അത് മനുഷ്യൻ്റെ വാക്കുകളായിട്ടോ കഥയായിട്ടോ രസകഥകളായിട്ടോ ഉപമകളായിട്ടോ എന്ന് മാത്രമല്ല, അത് ദൈവത്തിൽ നിന്ന് ദൈവവചനമായി തന്നെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളും ഈ കേൾക്കുന്ന വചനം ദൈവവചനമായി നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠകരമാക്കി മാറ്റും. ഇന്ന് നോക്കൂ,
ഇന്ന് ഒത്തിരി പേർക്ക് ജീവിതം എന്നാണെന്നറിയില്ല. ബിടെക് ഉണ്ട്, എംടെക് ഉണ്ട്, എല്ലാ കഴിവുകളും ഡോക്ടറേറ്റും എല്ലാം ഉണ്ട്. പക്ഷെ ജീവിതം എന്നാന്ന് മാത്രം അറിയില്ല. വചനത്തിൽ വളരുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതം എന്നാണെന്നും കൂടെ അറിയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം ഇന്ന് ആൾക്കാർക്ക് അറിയാം. കൊച്ചു പിള്ളേർക്ക് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം. എല്ലാ അറിവുകളും എല്ലാ മനുഷ്യനും അത്യാവശ്യം അറിയാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പുതിയൊരു കാറ് നിരത്തിലിറങ്ങിയാൽ അതിൻ്റെ സവിശേഷതകൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. പക്ഷെ ജീവിതം എന്നാണെന്നറിയില്ല. ജീവിതം എന്നാണെന്നറിയാത്ത, പെട്ടെന്ന് തളർന്നു പോകുന്ന, മനസ്സ് തളരുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എല്ലാം അറിയാം, പക്ഷേ പെട്ടെന്ന് തളർന്നു പോകും, പെട്ടെന്ന് അവർ വീണു പോകും, പെട്ടെന്ന് അവർ ശുഷ്കിച്ചു പോകും, വാടിപ്പോവും, ശക്തിയില്ല. ദൈവവചനത്തിൽ വളരുന്നവരെ ശക്തിയോടെ നിലനിൽക്കത്തുള്ളൂ. നമുക്കിന്ന് ദൈവവചനം സ്വീകരിക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന വില ഒന്നറിയാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ വായിക്കേണ്ട ഒരു വാക്കാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട മനുഷ്യനാണ്. കേൾക്കുക മാത്രമല്ല, അനുസരിച്ച ഒരാളാണ്. അബ്രാഹാം ആരാണെന്ന് വായിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറയാണ്, നിന്റെ മകനെ മലമുകളിൽ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് മകനെയും കൂട്ടി ബലിയർപ്പിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വാക്കു കേട്ടിട്ടാണ്. ദൈവത്തിൻ്റെ വാക്കാണ്, ആ വാക്കിനാണ് വില കൊടുത്തത്. ഭാര്യയോട് പോലും അബ്രാഹാം പറഞ്ഞില്ല, ഞാൻ നിങ്ങൾ ഇന്നതുപോലെയാണ് ദൈവം പറഞ്ഞ. ആ വാക്കിന് വില കൊടുത്ത് അബ്രാഹാം പോകുന്നു. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്നവർ എവിടെയും നിരാശപ്പെടേണ്ടി വരില്ല. അവരുടെ ജീവിതം എവിടെയും പെട്ടുപോകില്ല, അവരുടെ ജീവിതം എവിടെയും തകർന്നു പോകില്ല. കാരണം അവർ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വാക്കിലാണ്, ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഇന്ന് നമ്മൾ എത്രയോ പേർക്ക് ബൈബിൾ ഒരു പുസ്തകമാണെന്നേ അറിയത്തുള്ളൂ. വായിക്കാത്തൊരു പുസ്തകം കണക്ക് പ്രാർത്ഥനാമുറിയിൽ ഇരിക്കുന്നു എന്നതിനപ്പുറം ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്നാ അറിയാം? ഈ വചനം ദിവസവും വായിക്കാത്ത എത്രയോ പേരുണ്ട്. എന്നെ കേൾക്കുന്ന എത്രയോ പേർ ഇതിനകത്തെ 10 വചനങ്ങൾ പോലും അറിയാത്തവരുണ്ട്. ഇത് കേവലം പുസ്തകമായി സ്കൂളിൽ പഠിക്കാൻ തന്നിട്ടുള്ള സിലബസ് അല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് എല്ലാ ദിവസവും ഒരാൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതം ശ്രേഷ്ഠമാകുമെന്നല്ലേ മറിയത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്? ഇവിടെ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അബ്രാഹാം ബലിയർപ്പിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ മക്കൾ പോലും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതാണ് 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാമോ? ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വില എന്താണെന്ന് കേട്ടോ. 22-ാം അധ്യായം 18-ാമത്തെ വാക്യം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹാം, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പനെന്ന നിലയിൽ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ചിട്ട് കിട്ടിയത് തലമുറ അനുഗ്രഹമാണ് വന്നത്. ഒന്നും കൂടെ ആ വാക്ക് ഞാൻ വായിക്കുകയാണ്. അബ്രാഹത്തോട് ദൈവം പറയാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ മക്കളിലൂടെ, നോക്കൂ, ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം, നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും അതിന് ദൈവം അനുഗ്രഹം കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരറിവല്ല പറയുന്നത്, ഇത് ബൈബിളിലെ സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളാണ്. എൻ്റേതായ ഭാവനയിൽ കണ്ട കഥകളോ അല്ലെങ്കിൽ ഭാവനയിൽ വന്ന ആശയങ്ങളോ അല്ല ഇവിടെ വിളമ്പുന്നത്. നോക്കൂ, ബൈബിൾ എടുത്ത് തുറന്ന പുസ്തകം പോലെ കയ്യിൽ വെച്ച് വായിക്കൂ. 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട്, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മക്കളിലൂടെ പലരും അനുഗ്രഹിക്കപ്പെടുകയല്ല ചെയ്തേ, മക്കളിലൂടെ പലരും വിഷമിച്ചുകൊണ്ടായിരിക്കുന്നത്. ഒരുപാട് പേരുടെ ദുഃഖമാണ് മക്കളില്ലെന്നോർത്തൊരു ദുഃഖം. വേറെ ഒരു കൂട്ടർ മക്കളുണ്ടല്ലോ എന്നോർത്ത ദുഃഖമാണ്. വേറൊരു കൂട്ടർ മക്കൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ദുഃഖമാണ്. പക്ഷെ ഇതാ അബ്രാഹത്തോട് ദൈവം, നീ എൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തോടും ഞാൻ പറയാം,
ഇത് കേവലം സ്കൂളിൽ പിള്ളേർ പഠിക്കുന്ന കെമിസ്ട്രിയുടെ പുസ്തകം ഇരിക്കുന്നത് പോലെ, ബയോളജിയുടെ പുസ്തകം ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പുസ്തകം ഇരിക്കുന്ന പോലെ മേശപ്പുറത്തിരുന്നിട്ട് കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് കൈകളിലെടുക്കണം, ഇത് വായിക്കണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബം മുഴുവൻ, നിങ്ങൾ പോലും അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബം നിങ്ങൾ പോലും അറിയാതെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്ക് 1000 വട്ടം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 10,000 വട്ടം വലിയ മൈക്കിന്റെ സഹായത്തോടെ, ബോക്സിന്റെ സഹായത്തോടെ ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച ഒരാളാണ് അബ്രഹാം. ഈ വാക്കിന് വല്ല ഗുണമുണ്ടോ? 22-ാം അധ്യായത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തുപോയ അബ്രഹാം കണ്ട അനുഭവങ്ങൾ ഒത്തിരിയാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ ബലിയർപ്പിക്കണം. മലമുകൾ കയറുകയാണ്. ആ വാക്കിന് വില കൊടുത്ത് മല കയറിയവരുണ്ട്. മല കയറിയതാണ് അബ്രഹാം. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത് സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ടിരിക്കുന്നവർക്കുള്ളൊരു ദൂത് പറയാൻ പോവാണ്. അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പം തീയെടുത്തു, വിറകെടുത്തു, കത്തിയെടുത്തു. പക്ഷെ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പാ, വിറകും തീയും കത്തിയുണ്ട്, ബലിവസ്തു എവിടെ? അപ്പം ബലി അർപ്പിക്കാൻ ആർക്കുകൂടി അറിയായിരുന്നു?